നിങ്ങളിവിടെ പഠിപ്പിച്ചു വെച്ച വിദേശം എന്തായിരുന്നു? അർദ്ധരാത്രി ഭക്ഷണം കഴിക്കണം, സുബൈ ബാങ്ക് കൊടുക്കുമ്പോൾ വയറ് കാലിയാകണം എന്നാൽ നോമ്പ് ശരിയാവും പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂലിന്റെ അത്താഴത്തിനും സുബഹിന് തൊട്ടു മുമ്പുള്ള സമയമാണ്. ചിലപ്പോഴൊക്കെ സുബൈ ബാങ്ക് കൊടുത്തിട്ടും ഭക്ഷണം കഴിക്കേണ്ട ബുദ്ധിമുട്ടുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് സഹാബികളെ ഈ റിവായത്തിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ആ ഒരു ഇളവ് ഈ ഉള്ളവൻ പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ ഞാൻ മുസ്ലിമീങ്ങളെ നോമ്പ് നഷ്ടപ്പെടുത്തിയെന്നും ഇതിനേക്കാളും വലിയ വിജയത്തുണ്ടോ എന്നും ഈ കാര്യത്തിന്റെ മണ്ണിൽ വന്ന് പുലമ്പിയ തക്കി ഞാൻ ഉദ്ധരിച്ച ഈ ഒരു വായത്തിനും എന്താണ് ദോഷമെന്ന് നീ പറയണം. ഇമാം അഹമ്മദിന്റെ മുസ്നദിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചു, ഹാക്കിന്റെ മുസ്തദറിൽ നിന്ന് ഉദ്ധരിച്ചു, പല ഗ്രന്ഥങ്ങളിൽ നിന്നും ഞാൻ ഉദ്ധരിച്ചു. മറുപടി പറയണം. മറുപടി പറയാതെ വെറുതെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ടതില്ല. ഇനി സുഹൃത്തുക്കളെ, ഇവരെ നോമ്പെന്താ അതൊന്ന് മനസ്സിലാക്കണല്ലേ നമ്മള്. ഇവര് വലിയ നോമ്പുകാരായിട്ട് ഇപ്പൊ ഇങ്ങനെ നടക്കുകയാണല്ലോ. ഫത്വൽ മുഈന്റെ നോമ്പ് അതവിടെ ഫത്വൽ മുഈന്റെ പരിഭാഷയിൽ നിന്നും കുറച്ച് ഭാഗങ്ങള് ഞാൻ വളരെ നേരത്തെ പഠിക്കുന്ന കാലത്ത് എഴുതി വെച്ച ഒരു കുറിപ്പാണ്. അതിൽ കേട്ടോളുകള് നല്ലോണം മനസ്സിലാക്കണം. വരെ നോമ്പ് എത്ര ഉഷാറ് നോമ്പാണ്. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പേജ് 200. ചർമ്മങ്ങൾ തമ്മിൽ നേരിട്ട് സ്പർശിക്കാത്ത വിധം മറ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ ആലിംഗനം ചെയ്യുകയോ ചുംബിക്കുകയോ ചെയ്താൽ മുറിയുകയില്ല. അപ്പൊ നോമ്പായിട്ട് ചുംബിക്കണമെന്നൊരു ജോർജറ്റ് കട്ടം കിടാ എന്നിട്ട് കെട്ടിപ്പിടിച്ച് ചുംബിക്കന്നെ. എന്നിട്ടോ ശൃംഗാരഭാവേന കൂടെ കൂടെ കെട്ടിപ്പുണർന്നാലും ചുംബിച്ചാലും അവരുടെ ചർമ്മങ്ങൾ തമ്മിൽ നേരിട്ട് സ്പർശിക്കുന്നതിനെ തടയുന്ന മറ അതിമൃദുലമാണ് വന്നാൽ പോലും അവരുടെ നോമ്പിന് കോട്ടം സംഭവിക്കുകയില്ല. വളരെ കനം കുറഞ്ഞ ജോർജറ്റ് തട്ടിച്ചിട്ട് പൊതിയ എന്നിട്ട് ശൃംഗാരഭാവേന കൂടെ കൂടെ എങ്ങനെ കെട്ടിക്കൊണ്ടത് തന്നെ. എന്നാലും കോൺക്രീറ്റ് നോമ്പാ ഒന്നും പറ്റൂല. ഒരു പുരുഷൻ ചർമ്മങ്ങൾ തമ്മിൽ സ്പർശിക്കാത്തതിൽ ഒരു സ്ത്രീയെ കെട്ടിവരികയും തന്നിമിത്തം ചർമ്മസ്പർശമില്ലാത്ത നിലയിൽ തന്നെ അവന് ഇന്ദ്രിയസ്കലനം ഉണ്ടാവുകയും ചെയ്താലും അവന്റെ നോമ്പിന് ഭംഗം സംഭവിക്കുകയില്ല. ഖുറാനിന്റെ നോമ്പ് പള്ളി ദർശില് അറബി ഒറ്റയാഴ്ച ഞങ്ങൾ തലക്ക് കുത്തിയ ആ ചെക്കന്മാർ പഠിപ്പ് നിർത്തും. പിന്നെ കുറെ കാലം അങ്ങനെ വലിയ തരീക്ക് എവിടുന്നാ വരും ഞാൻ ദർശില ഞങ്ങൾ അറബി അടിക്കാൻ പറ്റായിട്ട് ഒഴിവാക്കിയതാ ഇവിടുത്തെ. എന്നിട്ട് ദർശിൽ പോയിട്ടാ പൊന്തല്. അപ്പൊ ചെന്ന ഉടനെ പഠിപ്പിക്കുന്ന സാധനം ഇത് ഫത്വൽ മുഈനും ഹജ്ജി. ഫത്വൽ മുഈൻ 5 ഓതിയാലും ഫത്വൽ മുഈൻ വന്നിട്ട് വേറിട്ട് കിട്ടൂല. ഫത്വൽ മുഈൻ കിതാബു ശഅനുഹു അജബു. ഫത്വൽ മുഈൻ അതിന്റെ കാര്യം അജബാണ്. ഫഖദ് ഹവാ മിനൽ ഫിഖ്ഹി അത് ഒരുപാട് ഫിഖ്ഹി കാര്യങ്ങൾ കൊണ്ടുണ്ട്. മാലം യഹദിഹി കുതുബു ഒരുപാട് ഗ്രന്ഥങ്ങളിലില്ല. അങ്ങനത്തെ കുറെ ഉണ്ട്. അതില് പിണക്കം നിറഞ്ഞൊരു അധ്യയുണ്ട്. വായിച്ച് തീരുമ്പോഴത്തിന് എന്നെ ചിലപ്പോ ഒന്നും കുഞ്ഞാളും ആദ്യ മുസ്ലിയാക്കന്മാര് എന്നെ കൊണ്ട് വായിപ്പിക്കരുത്. നിങ്ങളെ ശൈലി ഞങ്ങൾക്കറിയും. നിങ്ങൾ ഞങ്ങളെ കൊണ്ടൊന്നും വായിപ്പിക്കാതിരിക്കുക. നിങ്ങളെ ഫിഖ് മാന്തിയാണ്ടല്ലോ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയൂല. ഫിഖിന്റെ പോരിശ ഫിഖിന്റെ കിതാബുകൾ എത്തിക്കാണിച്ചിട്ട് ഇതൊക്കെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇവിടെ ഇടുന്നുണ്ട്. നിങ്ങളുടെ ആ ഫിന്റെ കഥയും പിന്നെ ഇവിടെ വലിയ പ്രകടനം നൽകിയൊരു കാര്യം നാരിയത്ത് സലാത്ത് തെറ്റാണെന്നാണ് സക്കരിയ സലാഹി പറയുന്നത്. എന്നാൽ നിങ്ങളെ നേതാക്കൾ ചെല്ലുന്ന സലാത്തോ ഏപ്പിന്റെ സലാത്ത് ഏപ്പിങ്ങനെ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം പീപ്പിന്റെ വീട്. അപ്പോ മുഹമ്മദ് ഹുവൻ സലാത്തിന്റെ രൂപം കണ്ടോ എത്ര സലാത്തായി 15ഓളം മൗജീദ് മൗലിമാരെ സലാത്ത് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ഇന്നെ മനസ്സിലാക്കിക്കൂടെ ഖുറാഫി ഞങ്ങൾ തർക്കിക്കുന്ന സലാമല്ല. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി ഉമ്മത്ത് നടത്തുന്ന ഒരു ദുആയാണത്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നർമായ കർമ്മണാശ്രീകരണമായിട്ടൊരു വർത്താനല്ലത്, അതൊരു ദുആയാണ്. മനസ്സിലാക്കിയിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാല് അള്ളാഹു അദ്ദേഹത്തിന് രക്ഷയും സമാധാനവും നൽകട്ടെ. ആരെങ്കിലും എന്റെ പേര് സ്വലാത്ത് പറഞ്ഞാൽ അവൻ അള്ളാഹു 10 അനുഗ്രഹം ചെയ്യുന്നതാണ്. അപ്പൊ ഉമ്മത്ത് റസൂലുള്ളാഹിയെ കൊണ്ട് ദുആ ചെയ്താൽ അതിന് പുണ്യം കിട്ടിയ സ്വലാത്തിന് മനസ്സിലാക്കിയിട്ടുണ്ട്. എഴുതുമ്പോഴും പറയുമ്പോഴൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ യാചിക്കാറുണ്ട്. ഇത് ഏത് ഭാഷയിലും ആകാം. ഒരാൾക്ക് മലയാളത്തിൽ പറയണം അള്ളാഹുവേ റസൂലുള്ളാഹിക്ക് സമാധാനം നൽകണേ, റസൂലുള്ളാഹിക്ക് അനുഗ്രഹം ചെയ്യണേ എന്ന് മലയാളത്തിൽ പറഞ്ഞ അതൊരു സ്വലാത്ത് തന്നെയാണ്.
തെറ്റില്ല അതില്, ഏത് ഭാഷയിൽ ഉപയോഗിക്കാം. പിന്നെ ഒരാൾ അങ്ങനെ ആ കൂട്ടത്തില് മഹാനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഹിദായത്തിന് കാരണക്കാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നീ സ്വലാത്തും സലാമും നൽകണേ, അദ്ദേഹത്തെ നീ അനുഗ്രഹിക്കണേ, അദ്ദേഹത്തെ ഞങ്ങളോട് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ, അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ നീ സ്വർഗത്തിൽ കൂട്ടണേ. അങ്ങനെയൊക്കെ ഒരാൾ പറഞ്ഞ അതിലൊക്കെ സ്വലാത്തിന്റെ വചനങ്ങളുടെ ഒരു പ്രശ്നമല്ല. അപ്പൊ ഏത് പദം ഉപയോഗമാകാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ വസ്തുതയ്ക്ക് നിരക്കാത്ത പരാമർശങ്ങളൊന്നും അതിലുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ റസൂലിനെ പ്രശംസിക്കുമ്പോൾ അതിരുവിട്ട പ്രശംസകൾ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് അതിലെ തത്വം. അതുകൊണ്ട് ഞങ്ങളൊരു പുസ്തകം എടുത്തു നോക്കിയാല് KP മുഹമ്മദോട് ഇസ്തിഗാസ എന്ന പുസ്തകം, അതിന്റെ തുറക്കത്തുള്ള സ്വലാത്ത് ആയിരിക്കൂല അവർക്ക് അദ്ദേഹം തന്നെ രചിച്ച തവസ്സുൽ ചിലപ്പുണ്ടാവുക. അതായി അമാനുവലിന്റെ പരിഭാഷ ഉണ്ടാകും. എന്താ, സ്വലാത്തിന് വ്യത്യസ്ത രൂപങ്ങൾ പറയാം. പക്ഷേ നാരിയത്ത് സ്വലാത്ത് ഞങ്ങൾക്കുന്നതിനാ അത് നിങ്ങൾ നല്ലോണം മനസ്സിക്കോളി. നാരിയ സ്വലാത്ത് അതൊരു നാറിയ സ്വലാത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത്. നാരിയത്ത് സ്വലാത്തിലുള്ളതാ അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാലത്തൻ വസല്ലി സലാമൻ തഅമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദ്. ഇത് കുഴപ്പമില്ല. അല്ലാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്പൂർണ്ണമായ സ്വലാത്ത്, സമ്പൂർണ്ണമായ അനുഗ്രഹം നൽകണേ, അദ്ദേഹത്തിന് സമ്പൂർണ്ണമായ രക്ഷ നൽകണേ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിക്ക്. ഇങ്ങനെയാണ് വരുന്നത്. അല്ലദീ തൻഹല്ലു ബിഹിൽ ലുഖദ്, അദ്ദേഹത്തെ കൊണ്ടാണ് കെട്ടുകൾ അഴിഞ്ഞു പോകുന്നത്. വതൻഫരിജു ബിഹിൽ ഖുറബ്, അദ്ദേഹത്തെക്കാണ് പ്രയാസങ്ങൾ നീങ്ങുന്നത്. വതുഖലാ ബിഹിൽ ഹവായിജു, അദ്ദേഹത്തെ കൊണ്ടാണ് ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. വതുനാലു ബിഹിർ റഗായിബു, ആവശ്യങ്ങൾ സഫലീകരിക്കപ്പെടുന്ന അദ്ദേഹത്തെ കൊണ്ടാണ്, ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന അദ്ദേഹത്തെക്കാണ്. വഹുസ്നുൽ ഖവാത്തിം, നല്ല പര്യവസാനം ഉണ്ടാകുന്ന അദ്ദേഹത്തെ കൊണ്ടാണ്. വയുതക്കൽ ഗമാമു ബിവജിഹിൽ കരീം, അദ്ദേഹത്തിന്റെ ആദരണീയ മുഖം നടത്താറുണ്ടായിരുന്നു. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ഇബ്രാഹിം നാസി എന്ന് പറയുന്ന ഒരാളെ കെട്ടിയുണ്ടാക്കിയതാ. മനസ്സിലായില്ലേ? അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്, അദ്ദേഹത്തിന് എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകുന്നു. എന്താ കെട്ട് എന്ന് പറഞ്ഞാൽ കുടുക്കുകൾ, പ്രയാസങ്ങളെ. തൻഫരിജു ബിഹിൽ ഖുറബ്, എല്ലാ ബുദ്ധിമുട്ടും നീങ്ങുന്നു. നബിനോട് അള്ളാഹ് പറഞ്ഞെന്താ, അള്ളാഹു നിനക്കൊരു ഉപദ്രവം ബാധിപ്പിച്ചാൽ അതിനെ നീക്കിത്തരാൻ അള്ളാഹു അല്ലാതെ ഇല്ല. അള്ളാഹു നിനക്കൊരു നന്മ ഉദ്ദേശിച്ചാൽ അതിനെ തടയുന്നവരില്ല. നിസ്കാരം കഴിച്ച് നമ്മൾ ഓരോരുത്തരും പറയുന്നതാണ്, പടച്ചവനെ നീ നൽകിയത് തടയാൻ ആളില്ല, നീ തടഞ്ഞ് നൽകാനും ആരുമില്ല. അതിനെതിരല്ലേ ഞാൻ പറഞ്ഞത്. എന്തെല്ലാം പ്രയാസങ്ങൾ അള്ളാന്റെ റസൂലിനുണ്ടായിട്ട്, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടായി. തായിഫിൽ പോയി അള്ളാഹു റസൂലിന് കുടുംബക്കാർ സഹായിക്കുമെന്ന് വിചാരിച്ച്, പക്ഷേ സഹായിച്ചില്ലെന്ന് മാത്രമല്ല, തെണ്ടി പിള്ളരെ വിട്ട് തൂക്കി കല്ലെറിഞ്ഞ് അള്ളാഹു റസൂലിനെ പരിഹസിച്ചു വിട്ടില്ലേ. കാലിൽ നിന്നും അതാ ചോരയൊലിച്ചുകൊണ്ട് പുണ്യപ്രവാചകൻ ഒരു മുശ്രിക്കിന്റെ ദോഷത്തിൽ അഭയം തേടിയ ചരിത്രം നമ്മൾ വായിച്ചിട്ടില്ലേ? അള്ളാഹുവിന്റെ റസൂല് അവിടെ വെച്ച് പടച്ചവനെ എന്റെ ശക്തിക്കുറവിനെ പറ്റി, ജനങ്ങൾക്കിടയിൽ എനിക്ക് നിലയും നിലവാരമില്ലാത്തതിനെ പറ്റി ഞാനിതാ നിന്നോട് അവരാതി പറയുന്നുവെന്ന് അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചില്ലേ? എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടായി. വിശന്നിട്ട് ആ അരനിവർത്താൻ വേണ്ടി കല്ല് വെച്ച് കെട്ടി. എന്തൊക്കെ ഒഴിക്കുമ്പോ സഹാബി ഓരോ കല്ല് വെച്ച് കെട്ടിയപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി 2 കല്ല് വെച്ച് കെട്ടി. ഈ മൂട്ടാത്ത ദിവസങ്ങൾ വിശത്ത് സഹിക്കാതെ സബിയുടെ വീട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന സംഭവം. എത്ര ബുദ്ധിമുട്ടുകൾ. എന്നിട്ട് പറയുന്നെന്താ, നിങ്ങളെ കൊണ്ടാണ് നമ്മളെ ബുദ്ധിമുട്ടെല്ലാം നീങ്ങുന്നത്. ഇതിന് മാത്രല്ല, മൗലൂദിലുണ്ട് അസ്സലാമു അലൈക യാ മാഹിദൂബി, അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. പാപങ്ങളെ മായ്ച്ചു കളയുന്ന നബിയെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ. പ്രയാസരെ കളയുന്ന നബിയെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ. പിന്നെ നബിയെ കൊണ്ടാണ് ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രതീക്ഷകളൊക്കെ പൂവണിയുന്ന നബിയെ കൊണ്ടാണ്. ആണോ? അത് അള്ളാഹു അല്ലേ? അതൊക്കെ അള്ളാഹു സമദാണെന്ന് പറഞ്ഞ അർത്ഥം എന്താ? അൽ മഖ്സൂദു ഫിർ റവായിബി വൽ മുസ്തഖാതു ബിൽ മഹൈബിന. പണ്ഡിതൻ പറയുന്ന അർത്ഥം കൂടെ കണ്ടോ? പ്രതീക്ഷകളുള്ള സമയത്ത് ലക്ഷ്യമാക്കപ്പെടേണ്ടവൻ, ബുദ്ധികളുടെ സമയത്ത് സഹായം തേടപ്പെടേണ്ടവൻ, ആ സ്ഥാനത്തേക്ക് റസൂലിനെ ഉയർത്തി. ആ താരിയത്ത് സലാത്ത് ശിർക്ക് കലർന്നിട്ടുണ്ട്. അള്ളാഹു സ്ഥാനത്തേക്ക് റസൂലിനെ ഉയർത്തി. അതാണ് അതിനുള്ള ഒന്നാമത്തെ തെറ്റ്. പിന്നെയോ രണ്ടാമത്തെ തെറ്റെന്താ അറിയോ? നാരിയത്ത് സലാത്ത് ചൊല്ലിയാൽ അതിന് വലിയ പരീക്ഷകള്. ഇതറിയോ? മവാഹിബുൽ ജലിയ മുഹമ്മദ് കുഞ്ഞു മുസ്ലിം സയ്യിദിയായ സ്വലാത്ത് പലതിൽ മെച്ച, നാരിയത്തെന്നൊരു പേരതിന്നു പ്രസിദ്ധമാ. ചെല്ലാനുള്ള കൂലിയ മുടങ്ങാതെ 11 ഓതിയാൽ